പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് ഇന്നത്തെ റസൽമേനിയ പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചും, രണ്ടാമത്തേത് റോമൻ റെയിൻസിൻ്റെ ലിക്യൂമിയ എന്ന് പറയുന്ന ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കുന്നത് ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റസൽമേനിയ 40-ന്റെ ആദ്യ ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ചിനോട് ബ്രോക്ക് ലെസ്നറിൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചപ്പോൾ ട്രിപ്പിൾ എച്ച് കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ബ്രോക്ക് ലെസ്നർ WWE വിട്ടു പോയിട്ടില്ല എന്നുള്ളതും, ബ്രോക്ക് ലെസ്നർ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്, നിലവിലൊരു വെക്കേഷൻ കാരണം അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്നുമാണ് ട്രിപ്പിൾ എച്ച് കൊടുത്ത മറുപടി. ബ്രോക്കിനെ റോയൽ റംബിളിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിനെ എന്തുകൊണ്ട് റോയൽ റംബിളിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതിൻ്റെ കാരണമൊന്നും ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രോക്ക് ലെസ്നർ നിലവിലും ഈ WWE ഭാഗം ആണ് എന്നുള്ളതും, അദ്ദേഹം ഏത് സമയത്ത് വേണമെങ്കിലും ഈ WWE തിരികെ വരും എന്നുള്ളതിൻ്റെ സൂചനയും ട്രിപ്പിൾ എച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുൻപത്തെ WWE ഹോൾ ഓഫ് ഫെയിം ഹോൾ ഓഫ് ഫെയിം സെറിമണിയിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് മെൻഷൻ ചെയ്തത് അത് ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന ആണെന്നുള്ളത് ആ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇതാ ട്രിപ്പിൾ എച്ച് തന്നെ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ബ്രോക്കിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് പറഞ്ഞ ഈ ഒരു വാക്കുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ബ്രോക്ക് തിരികെ വന്നാൽ ആർക്കെതിരെ ആദ്യ സ്റ്റോറി ലൈൻ ചെയ്ത് കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്, അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസ് ലിക്യൂമിയ എന്ന ക്യാൻസറിനോട് പിന്നെയും പോരാടുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്ന് കഴിഞ്ഞ റസൽമേനിയ 40-ന്റെ ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസും റോക്കും ടീമായിക്കൊണ്ട് കോഡി റോഡ്സ്, സെത്ത് തുടങ്ങിയവരുടെ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ മത്സരത്തിന് ഇടയിൽ റോമൻ റെയിൻസിൻ്റെ മൂക്കിൽ നിന്ന് ചോര വരികയും കമൻട്രി ബോക്സിലുണ്ടായിരുന്ന പാറ്റ് മക്കഫി റോമൻ റെയിൻസ് നിലവിൽ ലിക്യൂമിയയുമായിട്ടുള്ള ഒരു ബാറ്റിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും മെൻഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ പാറ്റ് മക്കഫി പറഞ്ഞതിനെ സംബന്ധിച്ച് പ്രസ് കോൺഫറൻസിൽ റസൽമേനിയ 40 കഴിയുന്നതിന് ശേഷം ഒരു ചോദ്യം റോമൻ റെയിൻസിനെതിരെ വന്നു. അപ്പോൾ അതിന് റോമൻ റെയിൻസ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: താൻ ഇപ്പോഴും ലിക്യൂമിയ എന്ന് പറയുന്ന ക്യാൻസറുമായി ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഓറൽ കീമിയോതെറാപ്പി താൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും, അത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം തനിക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളതും റോമൻ റെയിൻസ് പറയുന്നുണ്ട്. ദൈവത്തിന് നന്ദി, തനിക്ക് ഇപ്പോഴും പെർഫോം ചെയ്യുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എന്നുള്ളതും, താൻ ഇനിയും തുടർന്നു കൊണ്ടുപോകും എന്നുള്ളതും റോമൻ റെയിൻസ് പറയുന്നുണ്ട്. അപ്പോൾ ലിക്യൂമിയ എന്ന് പറയുന്ന ക്യാൻസർ അത് റിമിഷനിൽ ആണെന്ന് റോമൻ റെയിൻസ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വേണ്ട എല്ലാ വിധത്തിലുമുള്ള പ്രതിവിധികളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും റോമൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും റോമൻ റെയിൻസിൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ വിട്ടുപോയി എന്നുള്ളത് റോമൻ റെയിൻസ് പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നിലവിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതും റോമൻ പറയുന്നുണ്ട്. എന്തായാലും റോമൻ റെയിൻസിനെ സംബന്ധിച്ച് ഇനി കുറച്ച് കടുത്ത ഒരു ദിനമാണ് നാളെ നടക്കാൻ പോകുന്ന റസൽമേനിയ നൈറ്റ് 2-ലെ മെയിൻ ഇവൻറ്റ് മത്സരം. കോഡി റോഡ്സിൻ്റെ വിജയ സാധ്യത കൂടുതലാണെങ്കിൽ പോലും ബ്ലഡ് ലൈൻ റൂൾസ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് റെസ്ലിംഗ് ലോകം ഉള്ളത്. വമ്പൻ സർപ്രൈസുകൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതും റോക്ക് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അപ്പോൾ റോമൻ റെയിൻസിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.